യുദ്ധവും പലായനവും ബോട്ടപകടങ്ങളും കുട്ടികളുടെയും അമ്മമാരുടെയും മരണവും ചിത്രങ്ങളുമെല്ലാം ആസൂത്രിതമായി പ്രയോജനപ്പെടുത്തി അഭയാർത്ഥികളുടെ വേഷത്തിൽ യൂറോപ്പിൽ കടന്നുകൂടിയവർ ആസൂത്രിത അധിനിവേശത്തിന് ഇതൊക്കെ ആയുധമാക്കിയതിന്റെ ചിത്രമാണ് ഇപ്പോൾ പുറത്തുവരുന്നത്. യൂറോപ്പിൽ അശാന്തി പടർത്തുന്നവരുടെ ലക്ഷ്യമെന്താണ്? ഗൌരവമായ ഈ വിഷയത്തിന്റെ പ്രത്യാഘാതങ്ങൾ വിശ്വാസികളടക്കമുള്ള പൊതുസമൂഹത്തിന്റെ കണ്ണു തുറപ്പിക്കാൻ രണ്ട് സീനിയർ വൈദികർ പങ്കുവയ്ക്കുന്നു. അഭയാർത്ഥി പ്രവാഹമോ ആസൂത്രിത അധിനിവേശമോ എന്ന KCBC മുൻ ഡെപ്യൂട്ടി സെക്രട്ടറി ജനറൽ ഫാദർ വർഗീസ് വള്ളിക്കാട്ടിന്റെ ചോദ്യത്തോട് ജർമ്മനിയിൽ ദീർഘകാലമായി ശുശ്രൂഷ ചെയ്യുന്ന സീനിയർ വൈദികൻ ഫാദർ ജോസഫ് പാണ്ടിയാപ്പള്ളിൽ തന്റെ അനുഭവങ്ങളും ചേർത്തുവച്ച് വിഷയത്തിന്റെ സങ്കീർണത വിവരിക്കുന്നു. ഫാദർ വർഗീസ് വള്ളിക്കാട്ട് കാര്യങ്ങളെ ഇങ്ങനെ നിരീക്ഷിക്കുന്നു. 2015 സെപ്റ്റംബർ 2 അത്. ലോക മനസാക്ഷിയെ പിടിച്ചുലച്ച ഒരു ചിത്രം വൈറലായി. ഐലൻ കുർദി എന്ന 3 വയസ്സുകാരന്റെ ചിത്രം. തുർക്കിയുടെ കടൽ തീരത്ത് മണ്ണിൽ കമിഴ്ന്നു കിടക്കുന്ന ആ സിറിയൻ കുരുന്നിനെ നോക്കിയ സകലരുടെയും ഉള്ള് പൊള്ളി. ഇന്നും അതിന്റെ ഓർമ്മ പോലും ഒരിക്കലും മായാത്ത വടുക്കളായി മനസ്സിൽ നീറി നിൽക്കുന്നു. ആ ഒറ്റ ചിത്രത്തിലൂടെ അനേകർ യുദ്ധങ്ങളുടെയും പലായനത്തിന്റെയും ദാരിദ്ര്യത്തിന്റെയും ദൈന്യത പൂണ്ട ലോകത്തെ കണ്ടു. അനേകർ കവിതകളിലൂടെ, നോവലുകളിലൂടെ, കഥകളിലൂടെ, ഫീച്ചറുകളിലൂടെ ആ ലോകത്തെ ആവിഷ്കരിച്ചു. സകല മനുഷ്യരുടെയും വിശിഷ്യ ക്രൈസ്തവ സംസ്കാരം വേരോടിയ യൂറോപ്പിന്റെ മനസാക്ഷിയിൽ അത്തരം ആവിഷ്കാരങ്ങളും ഫ്രാൻസിസ് പാപ്പയെപ്പോലുള്ളവരുടെ ആഹ്വാനങ്ങളും ഇടപെടലുകളും ചലനമുണ്ടാക്കിയെന്ന് വർഗീസ് വള്ളിക്കാട്ടച്ചൻ സൂചിപ്പിക്കുന്നു. രാഷ്ട്രങ്ങൾ അഭയാർത്ഥികൾക്കായി വാതിൽ തുറന്നു വയ്ക്കണമെന്നും സഭയുടെ സംവിധാനങ്ങൾ അഭയാർത്ഥികളെ സ്വീകരിക്കാനും സംരക്ഷിക്കാനും ജാഗ്രത കാട്ടണമെന്നും പാപ്പ ആഹ്വാനം ചെയ്തു. യൂറോപ്പ് പൊതുവെ മുൻപെന്നത്തെക്കാളും ഔദാര്യത്തോടെ അത്തരം ആഹ്വാനങ്ങളോടും ആവിഷ്കാരങ്ങളോടും പ്രതികരിച്ചു. ഇസ്ലാമിക രാജ്യങ്ങൾ ഇത്തരം വിഷയങ്ങളിൽ ഏറെക്കുറെ നിസ്സംഗത പാലിച്ചു. ഇന്ത്യയിൽ കേരളം പോലുള്ള ഇടങ്ങളിൽ കവിയരങ്ങുകളും പൊതുയോഗങ്ങളും ഐലൻ കുർദിയെപ്പറ്റിയുള്ള ചർച്ചകളും ഐക്യദാർഢ്യ പ്രകടനങ്ങളും നടന്നു. അതിനിടയിൽ മലയാളികളിൽ IS-നും താലിബാനും ആരാധകരും അനുയായികളും ഉണ്ടായി. ചിലർ നേരിട്ടും മറ്റു ചിലർ അഫ്ഗാനിസ്ഥാൻ വഴിയും സിറിയയിലേക്ക് പോയി. അവർ ആഗോള ജിഹാദും അല്ലാഹുവിന്റെ ഭരണവും ഇസ്ലാമിക് കാലിഫേറ്റും സ്വപ്നം കണ്ടുവെന്ന് വർഗീസച്ചൻ തുടരുന്നു. ഇതിനെല്ലാം ഇടയിൽ ഇസ്ലാമിക ലോകത്ത് ചില പ്രത്യേക കേന്ദ്രങ്ങളിൽ ചിലർ അരങ്ങിനും അണിയറയ്ക്കും പിന്നിൽ കരിക്കൽ നീക്കിക്കൊണ്ടിരുന്നു. അവരെ സംബന്ധിച്ചിടത്തോളം യുദ്ധവും പലായനവും ബോട്ടപകടങ്ങളും കുട്ടികളുടെയും അമ്മമാരുടെയും മരണവും ചിത്രങ്ങളുമെല്ലാം ആസൂത്രിതമായ വലിയ ലക്ഷ്യങ്ങളിലേക്കുള്ള ചുവടുവയ്പ്പുകളായിരുന്നു. ഐലൻ കുർദിമാരും അവരുണ്ടാക്കിയ കണ്ണീരണിഞ്ഞ കാലവും ഉപയോഗിക്കപ്പെടുക മാത്രമായിരുന്നില്ല, ആസൂത്രിതമായി നിർമ്മിക്കപ്പെടുക കൂടിയായിരുന്നു എന്ന തിരിച്ചറിവിന്റെ നടുക്കത്തിലേക്ക് യൂറോപ്പിലെ രാജ്യങ്ങൾ ഒന്നൊന്നായി ഞെട്ടിയുണരുകയാണ്. തങ്ങൾ കണ്ടതും അനുഭവിച്ചതും വെറും അഭയാർത്ഥി പ്രവാഹമോ കുടിയേറ്റം പോലുമോ ആയിരുന്നില്ല, പിന്നെയോ നിരാലംബരായ മനുഷ്യരെ ഉപയോഗിച്ചുള്ള ആസൂത്രിതമായ അധിനിവേശം തന്നെയായിരുന്നു എന്ന് വിളിച്ചു പറയാനും അതിനെതിരെ പ്രതിഷേധം രേഖപ്പെടുത്താനും ഇന്ന് വിവിധ രാജ്യങ്ങളിൽ ആളുകൾ തയ്യാറാകുന്നുവെന്ന് വർഗീസച്ചൻ ചൂണ്ടിക്കാട്ടുന്നു. ചിലയിടങ്ങളിൽ അവരുടെ പ്രതിഷേധം തെരുവുകളിലേക്ക് പടരുന്നു. ലണ്ടൻ പോലുള്ള നഗരങ്ങളിൽ നിയമ സംവിധാനങ്ങളെ നോക്കുകുത്തിയാക്കുന്ന തരത്തിൽ ജനങ്ങൾ തെരുവുകളിൽ തങ്ങളുടെ നിരാശയും പ്രതിഷേധവും അഴിച്ചുവിടുന്നു. വലതുപക്ഷ തീവ്രവാദികളും വംശീയവാദികളും ഫാസിസ്റ്റുകളുമാണ് പ്രതിഷേധിക്കുന്നതെന്ന നിലപാടാണ് ഇടതുപക്ഷ ഭരണകൂടങ്ങളും ഇസ്ലാമിസ്റ്റ് പ്രസ്ഥാനങ്ങളും സ്വീകരിച്ചിട്ടുള്ളത്. യൂറോപ്പ് പൊടുന്നനെ ഫാസിസ്റ്റുവൽക്കരിക്കപ്പെടാൻ കാരണമെന്താണ്? ആഗോള രാഷ്ട്രീയത്തിൽ അമേരിക്കയുടെയും ക്യാപിറ്റലിസ്റ്റ് ശക്തികളുടെയും സ്വാധീനം വർദ്ധിക്കുന്നതിന്റെ തോതനുസരിച്ച് ഇസ്ലാമോഫോബിയ പരത്തുന്ന ജൂതന്മാരുടെയും ക്രിസ്ത്യൻ സയനിസ്റ്റുകളുടെയും സംയുക്ത പ്രവർത്തന ഫലമായാണ് ഇത്തരത്തിൽ യൂറോപ്പിലെ പല രാജ്യങ്ങളിലും ഫാസിസ്റ്റ് ശക്തികൾ സമൂഹത്തിൽ മേൽക്കൈ നേടുന്നതെന്ന കണ്ടെത്തലാണ് പൊതുവെ മാധ്യമങ്ങൾ പങ്കുവയ്ക്കുന്നത്. യൂറോപ്പിലെയും അമേരിക്കയിലെയും മിക്കവാറും എല്ലാ യൂണിവേഴ്സിറ്റികളിലും സമീപകാലത്ത് നടന്ന പല പഠനങ്ങളും ഇക്കാര്യം ശരിവച്ചിട്ടുണ്ട് എന്നാണ് വിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്നത്. എങ്കിലും ആർക്കും അത് അത്ര ബോധ്യമായിട്ടില്ല എന്നതാണ് ഇപ്പോഴത്തെ അവസ്ഥയെന്ന് വർഗീസച്ചൻ തുറന്നു പറയുന്നു. ഫാദർ വർഗീസ് വള്ളിക്കാട്ട് മുന്നോട്ട് വെച്ച വസ്തുതകൾ ശരിവച്ച് ഈ അപകടത്തിനെതിരെ ശക്തമായ മുന്നറിയിപ്പ് നൽകുകയാണ് ഫാദർ ജോസഫ് പാണ്ടിയാപ്പള്ളിയിലും. യൂറോപ്പിലേക്ക് അഭയാർത്ഥി പ്രവാഹമുണ്ടായ 2014, 2015, 16 വർഷങ്ങളിൽ ഞാൻ ജർമ്മനിയിൽ മ്യൂണിക് നഗരത്തിലെ തിരുക്കുടുംബ ദേവാലയത്തിന്റെ വികാരിയായി സേവനം ചെയ്യുകയാണ്. എന്റെ പള്ളിമുറിയിൽ നിന്നും വെറും 20 മീറ്റർ അകലെ 50 അഭയാർത്ഥികളെ താമസിപ്പിച്ചിരുന്നു.
ഞങ്ങളുടെ ഇടവക അതിർത്തിക്കുള്ളിൽ 800ഓളം അഭയാർത്ഥികളെ താമസിപ്പിച്ചിരുന്നു. അവരെയൊക്കെ ജർമ്മൻ ഭാഷ പഠിപ്പിക്കാനും പറ്റുന്നതുപോലെ അവരെ സഹായിക്കാനും ഇടവകക്കാരായ ജർമ്മൻകാർ കാണിച്ച വലിയ ഉത്സാഹത്തിൽ വികാരി എന്ന നിലയിൽ ഞാനും അന്ന് പങ്കുചേർന്നു. അവരെ എങ്ങനെയൊക്കെ സഹായിക്കാമെന്ന് ചിന്തിക്കാൻ താല്പര്യമുള്ളവരെ ക്ഷണിച്ച യോഗത്തിൽ പാരിഷ് ഹാളിൽ സ്ഥലം തികയാത്തതുകൊണ്ട് 500ലധികം പേർക്കിരിക്കാവുന്ന ദേവാലയം തന്നെ വിട്ടുകൊടുക്കേണ്ടി വന്നു. ദേവാലയത്തിൽ നിറയെ ആളുകളെത്തി. കുർബാനയ്ക്ക് പോലും അത്രയ്ക്ക് ആളുകൾ വരാറില്ല. ക്രൈസ്തവ മൂല്യങ്ങൾ പടിഞ്ഞാറൻ യൂറോപ്യൻസിന്റെ മനസ്സിൽ അത്രമാത്രം ആഴമായി പതിഞ്ഞിട്ടുള്ളതുകൊണ്ട് കഷ്ടപ്പാടുകൾ കാണുന്നിടത്ത് അവർ എല്ലാം മറന്ന് സഹായിക്കാൻ ഇറങ്ങി പുറപ്പെടും. അതൊക്കെ ഒരു കെണിയാണോ എന്നവർ ചിന്തിക്കാറില്ല. കബളിപ്പിക്കപ്പെട്ടു എന്ന് തോന്നിയാൽ പിന്നെ കരുണ ഉണ്ടായെന്നും വരില്ല. കബളിപ്പിക്കൽ മനസ്സിലാക്കാൻ പലപ്പോഴും വൈകിപ്പോകും എന്ന് മാത്രം. ചെകുത്താനും കടലിനും ഇടയിലാണ് ഇന്ത്യയിലും യൂറോപ്പിലും ഇന്ന് പൊതുസമൂഹം. ഒരു വശത്ത് തീവ്രവാദികൾ, മറുവശത്ത് ഫാസിസ്റ്റുകൾ. ഇതാണ് സ്ഥിതിയെന്ന് ഫാദർ ജോസഫ് പാണ്ടിയാപ്പള്ളി മുന്നറിയിപ്പ് നൽകുന്നു. ആസൂത്രണത്തിന്റെയും അജണ്ടയുടെയും കാര്യം അഭയാർത്ഥികളെ സ്വീകരിക്കുന്നവർക്ക് അറിയില്ല. ജീവരക്ഷാർത്ഥം ഓടി വന്നവരെ സഹായിക്കണമെന്ന വ്യഗ്രതയിൽ താനും ഈയൊരു വിഷയം അന്നൊന്നും ചിന്തിച്ചില്ല. നൈജീരിയയിൽ നിന്നും അഭയാർത്ഥിയായി ജർമ്മനിയിൽ എത്തിയവരുടെ ചരിത്രമാണ് വേദനാജനകമായ മറ്റൊന്ന്. അഭയാർത്ഥികൾ എന്തുകൊണ്ട് തീവ്രവാദികളാകുന്നു എന്ന് തീർച്ചയായും ശാസ്ത്രീയമായി പഠിക്കുകയും വിലയിരുത്തുകയും ചെയ്യേണ്ട വിഷയമാണെന്ന് ഫാദർ ജോസഫ് പാണ്ടിയാപ്പള്ളി ഓർമ്മിപ്പിക്കുന്നു.